സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്ത് ചിലപ്പോൾ മത്സരിച്ചേക്കും, തമിഴ്നാട്ടിൽ മത്സരിക്കുമെന്നുള്ളൊരു പ്രചാരണമുണ്ട്. അതിന് വല്ല കഥയുണ്ടോ? എൻ്റെ ചോദ്യം വൈ നോട്ട്? എന്താ മത്സരിച്ചാൽ കുഴപ്പം? പ്രധാനമന്ത്രിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാമല്ലോ. പക്ഷേ പ്രധാനമന്ത്രി വന്ന് മത്സരിച്ചാലും പ്രശ്നമില്ലെന്നാണ് ശശി തരൂർ പറയുന്നത്. ശശി തരൂരിനെ തോൽപ്പിക്കാൻ എന്തിനാണ് പ്രധാനമന്ത്രി? ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചാലും ശശി തരൂർ. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശനെ താങ്കൾ എങ്ങനെ? ഒരു ഗുണമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു ബദൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല ഫാർ ബെറ്റർ ആയിരുന്നു. മോദിയുടെ ഉറപ്പിൽ മാത്രമേ ഇനി കേരളം രക്ഷപ്പെട്ടു. ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറിച്ച് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 4 ജില്ലകളിൽ പഴയ മരുന്ന് കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. കേന്ദ്രം നടക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഇപ്പം 1.5 ലക്ഷം കോടി രൂപയുടെ ഹൈവേ 13 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം എത്താവുന്നത് ഇപ്പോൾ 7 മണിക്കൂറുണ്ട്. അല്ലാതെ മുഖ്യമന്ത്രി ചെയ്ത പോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചോ എന്നുള്ള കച്ചവടക്കാരുടെ യോഗങ്ങളൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. BJPയുടെ ഊർജ്ജസ്വലനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ കെ സുരേന്ദ്രൻ. നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിജി ഈ തൃശ്ശൂരിലെത്തുകയും അവിടെ ഒരു വലിയ മഹിളാ സംഗമമെല്ലാം നടന്നു. പക്ഷേ അതിലെ സ്ത്രീ പ്രാതിനിധ്യം അത് ഇതുവരെ ഇത്രയും ഒരു വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തമാണ് ഉണ്ടായത്. അത് പിന്നീട് പാർട്ടിക്കുള്ളിലും പുറത്തുമെല്ലാം വിലയിരുത്തപ്പെട്ട താങ്കളുടെ ഒരു നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ താങ്കളുടെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെ ഒരു മികവായിട്ടാണ്. അതിന് പാർട്ടി പ്രധാനമന്ത്രി തന്നെ അതിന് സന്തോഷം പ്രകടിപ്പിച്ചതായിട്ടും കേട്ടു. അങ്ങനെയല്ല, അത് അങ്ങനെ ഞങ്ങൾ വിലയിരുത്തുന്നില്ല. അതായത് ആ ഒരു മഹിളകളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായതിന് കുറച്ച് കാലത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ പരിശ്രമത്തിന്റെ ഒരു ഫലമായിട്ടാണ്. താഴത്തെ ആ മൊമെന്റത്തിന്റെ ഒരു പ്രധാന കാരണം താഴെ ലെവലിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഞങ്ങൾ കഠിനമായിട്ട് ബൂത്തിൽ ആളുകളുമായിട്ട് നടത്തുന്ന നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി. ഒരു ദിവസം 10 ദിവസം കൊണ്ട് ഉണ്ടായതല്ല അത്. അതിലൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ആ ഒരു സാധാരണ റാലിക്ക് സ്ത്രീകൾ വരാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ബസ്സിലും കാറിലും വണ്ടിയിലും ലോറിയിലൊക്കെ ആയിട്ട് സ്ത്രീകൾ വരാറുണ്ട്. ഇത്തവണ വന്നിരിക്കുന്നത് അങ്ങനെയല്ല. കുടുംബങ്ങൾ വളരെ എന്താ പറയുക, എല്ലാ വിഭാഗം സ്ത്രീകളും വന്നിട്ടുണ്ട്. അതിൽ സമൂഹത്തിലെ വലിപ്പച്ചെറുപ്പമില്ലാതെ, അതായത് വലിയ സംരംഭകർ ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. വേദിയിൽ മാത്രമല്ല, വേദിയിലുണ്ടായിട്ടുണ്ട്. വനിതാ സംരംഭകരായിട്ടുള്ള നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. ഡോക്ടർമാർ വന്നിട്ടുണ്ട്, എഞ്ചിനീയർമാർ വന്നിട്ടുണ്ട്, അഡ്വക്കേറ്റ്സ് വന്നിട്ടുണ്ട്, ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അംഗൻവാടി ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ആശാ വർക്കർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വന്നിട്ടുണ്ട്, കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട്, മുസ്ലിം സഹോദരിമാർ വന്നിട്ടുണ്ട്. അത് ക്രോസ് സെക്ഷൻ ഓഫ് ദി കേരള വുമൺ സൊസൈറ്റിയാണ്. പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഞങ്ങൾ അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചത്. ഒരു സാധാരണ പാർട്ടി റാലിക്ക് ആളെ വിളിച്ചു കൊണ്ടുവരുന്ന പോലെയല്ല. നേരത്തെ തന്നെ ആളുകളെ സംസാരിച്ചു, അവരെ രജിസ്റ്റർ ചെയ്തു, അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വ്യക്തിപരമായി സംസാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് എല്ലായിടത്തും അധികം അധ്വാനിക്കേണ്ടി വന്നില്ല. പിന്നെ മോദിജിയെ എന്ന് പറയുന്ന ഒരു ഐക്കോൺ സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു താരമായിട്ടാണ് മോദിജി. യുവതലമുറ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ യുവതികൾ ഇത്രയും ഡാൻസ് ചെയ്യുന്ന, സാധാരണ നമ്മൾ റാലിക്കൊക്കെ ആൾ വരും, അവരവിടെ അച്ചടക്കത്തോടെ വന്നിരിക്കും. പക്ഷേ ആ റാലിയിലുടനീളം ഞങ്ങൾ കണ്ടത്, പിന്നീടുള്ള വീഡിയോസൊക്കെ നോക്കുമ്പോഴും ധാരാളം യുവതികളായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരികൾ ഇങ്ങനെ അവർ മതിമറന്ന് ഡാൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇതെല്ലാം കാണിക്കുന്നത് ഒരു കേരളത്തിൻ്റെ ഒരു മാറുന്ന മുഖമാണ്. ഇത് ഏതെങ്കിലും ഒരു പേഴ്സൺ നടത്തിയ അല്ലെങ്കിൽ വ്യക്തി നടത്തിയ പരിശ്രമത്തിൻ്റെ അല്ല, കൂട്ടായിട്ടുള്ള ഒരു വലിയ പരിശ്രമം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാനത് ആദ്യം പറഞ്ഞാൽ താങ്കൾ അവിടെ ക്യാമ്പ് ചെയ്തു. അത് നാച്ചുറൽ. PM വരുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണല്ലോ. പ്രധാനമന്ത്രിയുടെ പരിപാടി വരുമ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. ഞാൻ മാത്രമല്ലല്ലോ ക്യാമ്പ് ചെയ്തില്ല, എൻ്റെ സംഘടന ചുമതല ഉണ്ടായിരുന്ന ഈ കാര്യങ്ങൾ നോക്കുന്ന സുഭാഷ് ഉണ്ടായിരുന്നു, രമേശ് ഉണ്ടായിരുന്നു, പിന്നെ കൃഷ്ണകുമാർ. രമേശിനും കൃഷ്ണകുമാറിനായിരുന്നു അതിൻ്റെ മൊബിലൈസേഷൻ്റെ ചാർജ് കൃഷ്ണകുമാറിനും, അതിൻ്റെ പിന്നെ ബാക്കി അറേഞ്ച്മെൻറ്റ്സിൻ്റെ രമേശിനുമായിരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇത് കേരളം മുഴുവൻ സ്ത്രീകൾ വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീയും വന്നിട്ടില്ല, പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടില്ല, ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടില്ല, കൊല്ലത്തു നിന്ന് വന്നിട്ടില്ല, കാസർഗോഡ് നിന്ന് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങൾ, എറണാകുളം ജില്ലയുടെ കുറച്ച് സ്ഥലങ്ങൾ, അത്രയും സ്ഥലങ്ങളിൽ സമാഹരിച്ചപ്പോൾ തന്നെ ഇത്രയും സ്ത്രീകൾ വന്നു എന്നുള്ളതാണ്. ഈ തൃശ്ശൂർ തെരഞ്ഞെടുത്തത് എന്താണ്? അവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം കൂടെ ആണല്ലോ ഇതിൻ്റെ. അല്ല, അങ്ങനെയല്ല. യൂത്ത്സിൻ്റെ പരിപാടി ഞങ്ങൾ കൊച്ചിയിലായിരുന്നല്ലോ. യുവം ഞങ്ങൾ നടത്തിയ കൊച്ചിയിലാണ്.
ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഉടനെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആലോചിക്കണമെന്നുണ്ട്. കാരണം ഇതൊക്കെ എല്ലാ ഭാഗത്തുള്ള പ്രവർത്തകർക്കും നാട്ടുകാർക്കും വരാനുള്ള സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് തൃശ്ശൂർ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല. തൃശ്ശൂരിലെ ഈ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജനപങ്കാളിത്തം അത് വോട്ടായി മാറും. അല്ല, നല്ല ആത്മവിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കാര്യം വളരെ വ്യക്തമാണ്. മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ വെക്കുന്നത് പോലുള്ള ഒരു ഉറപ്പല്ല. മോദിജി കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക്, മോദിജി കൈമാറിയിട്ടുണ്ട് പലതും. ഇപ്പോൾ ഇന്നലെ തന്നെ മോദിജി പോയി പിറ്റേ ദിവസം തന്നെയാണ് നിതിൻ ഗഡ്കരിജിയുടെ പ്രോഗ്രാം വന്നത്. 1.5 ലക്ഷം കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, സാധാരണക്കാരൻ്റെ ചൂളയുടെ ഗ്യാസിൻ്റെ പ്രശ്നം മുതൽ വലിയ നാഷണൽ ഹൈവേ വികസനം വരെയുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ ഡെലിവറി ആയിട്ടുണ്ട്. അത് തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടി. അല്ലാതെ വെറുതെ ഫ്രീ ബീസ് ഞങ്ങൾ ഇപ്പോഴത്തെ കൊടുക്കാമെന്നല്ല. അപ്പോൾ അത് കണക്കുകൾ വ്യക്തമാവുന്നത് അങ്ങനെയാണ്. അതിപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലായാലും മരുന്നിൻ്റെ കാര്യത്തിലായാലും തൊഴിലിൻ്റെ കാര്യത്തിലായാലും പിന്നെ ഇതുപോലുള്ള ആനുകൂല്യങ്ങളായാലും ഇൻഷുറൻസ് ആയാലും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായാലും സ്ത്രീകൾക്ക് വേണ്ടി ഇഷ്ടംപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെല്ലാം കേരളത്തിൽ മോദിജിയുടെ വരവ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു കട്ടൺ റൈസർ പോലെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പെരുമ്പറ മുഴക്കലാണ് നാച്ചുറലി. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് മുഴങ്ങിയല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഓരോ വരവും ആ നിലയിലാവും. അദ്ദേഹത്തിന് അറിയാം എന്താണ് ജനങ്ങളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ലോകത്ത് മോദിജിയെ പോലെ വേറെ ഒരാളെയും നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മോദിജിക്ക് അറിയാം എന്താണ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വേവ് ലെങ്ത്ത് നമുക്ക് ശരിക്കും അതിൽ മനസ്സിലാവും. മോദിജിയെ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ 2 ലക്ഷം ആളുകളും അത് ഏറ്റു പറയുകയാണ്. ഞാൻ സ്റ്റേജിലിരിക്കുന്ന പലരുടെയും മുഖത്തേക്ക്, അവരാരും തനി രാഷ്ട്രീയ പ്രവർത്തകരല്ല, അവരും അത് ഹൃദയത്തിൽ അവർ പറയുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി ഇപ്പോൾ ഒരു മുദ്രാവാക്യം. അതെ, മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് വരാൻ പോകുന്നത്. മോദിയുടെ ഗ്യാരണ്ടിയാണ്. കാരണം കേരളം ഒരു മാറ്റദായിക്കുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിനോട് ചോദിച്ചാലും കോൺഗ്രസ്സുകാരോട് ചോദിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ നമുക്ക് പോകാനാവില്ല, കേരളത്തിനൊരു മാറ്റം വരണം. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, BJPക്ക് സാധിക്കുമോ, BJPക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ഒരു ശങ്ക അവർക്കുണ്ടായിരുന്നു. ഇപ്പം അവർക്കത് ക്ലിയറായി. മോദിജി കൂടെ നിന്നാൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കും. മോദി സൃഷ്ടിച്ച ഒരു ആവേശം ഏറ്റെടുക്കാനുള്ള ഒരു പ്രാപ്തി കേരളത്തിലെ BJP അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 2021 പരാജയത്തിൽ നിന്ന് ശരിയായ പാഠങ്ങൾ ഉൾക്കൊണ്ട് എവിടെയാണ് പിഴച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ ഞങ്ങൾ പ്രവർത്തിച്ചത്. കാരണം ഞങ്ങളുടെ മൈക്രോ മാനേജ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ബൂത്ത് തലത്തിൽ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പരിമിതികളെല്ലാം ശരിക്കും മനസ്സിലാക്കി കണക്റ്റ്, അതായത് ജനങ്ങളോടുള്ള കണക്റ്റ് എവിടെയാണ്, മുകളിൽ നിന്ന് ഒരാൾ സംസാരിക്കുമ്പോഴല്ലല്ലോ, ഒരു ലീഡർ ഒരു പദയാത്ര നടത്തുമ്പോഴല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്തുമ്പോഴല്ലോ. കണക്റ്റ് എന്ന് പറയുന്നത് ആ ബൂത്തിലാണ്, ആ ബൂത്തിലെ വീടുകളിലാണ്. അവിടെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. വീടുകൾ കയറി ഞങ്ങൾ അതാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. കഴിഞ്ഞ 21 ശേഷം 4-5 തവണ ഞങ്ങൾക്ക് ഗൃഹസമ്പർക്കം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അല്ല, പ്രചാരണം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിട്ടല്ല, പൊളിറ്റിക്കൽ പാർട്ടികൾ എപ്പോഴും അങ്ങനെയാണ്. മോദിജി ഇപ്പം ഈ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ വേറെ ഒരു പാർട്ടി, എല്ലാ പാർട്ടികളും ക്വാറന്റൈനിലായിരുന്നു. ഓൺലി BJP ആണ് ഇന്ത്യ മുഴുവൻ. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നത്. BJP അങ്ങനെ ജനങ്ങളുമായിട്ട് നേരിട്ട് എപ്പോഴും ബന്ധം പുലർത്തി പോകണം. മോദിജി എപ്പോഴും പറയുന്ന ഒരു അഡ്വൈസ് ഉണ്ട്. മോദിജി പറയുന്നത്, നിങ്ങളിപ്പോൾ പഴയ ഒരു പാർട്ടി അല്ല, 10 കൊല്ലം ഈ രാജ്യം ഭരിച്ചൊരു പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി ജനങ്ങളിലേക്കുള്ള കണക്റ്റാണ്. അദ്ദേഹം സ്നേഹയാത്ര എന്ന് അദ്ദേഹം എന്തിനാണ് പറഞ്ഞത്? സ്നേഹയാത്ര എന്ന് അദ്ദേഹം പറഞ്ഞത് കൂടെയില്ലാത്തവരെ വിശ്വാസത്തിലെടുത്ത് കൂടെ നിർത്തണമെന്നാണ്. അത് പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെ ഒരു അപ്രോച്ചാണ് മോദി ഞങ്ങൾക്ക് തന്നിട്ട് അഡ്വൈസ്. ഈ പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് BJPക്ക് ലഭിക്കും? അല്ല, ഒരു സീറ്റ് എന്നുള്ളതല്ല, കേരളത്തിലെ ഒരു മെയിൻ കണ്ടൻഡർ ഈ ഇലക്ഷനിൽ BJP ആയിരിക്കും. ഏറ്റവും പ്രധാനമായ പോരാളികളിലൊന്നും BJP ആയിരിക്കും. ഇപ്പോൾ തന്നെ പല മണ്ഡലങ്ങളും അതിൻ്റെ ഇപ്പോൾ തന്നെ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് ഉണ്ടായത്? തൃശ്ശൂരിലെ കാര്യം ചോദിക്കുക. തൃശ്ശൂർ ഇപ്പം മോദിയുടെ ഒരു റോഡ് ഷോ നടന്നു. അതിൽ സംസ്ഥാന പ്രസിഡന്റ്, മഹിളാ മോർച്ചയുടെ നേതാവും പ്രധാനമന്ത്രിയും കഴിഞ്ഞാൽ പിന്നെ ആ ജീപ്പിലുണ്ടായിരുന്നത് സുരേഷ് ഗോപിയാണ്. പാർട്ടിയുടെ മറ്റ് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊരു അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതോ അദ്ദേഹം തന്നെ അല്ലേ സ്ഥാനാർത്ഥി? അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെന്തിനാണ് പറയേണ്ട കാര്യം? സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സുരേഷ് ഗോപി തോറ്റിട്ടും
നിലവിലുള്ള എം പി ചെയ്യുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. അപ്പോൾ നാച്ചുറലി എന്തിനാണ് ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്? സുരേഷ് ഗോപി ഒരു നാച്ചുറൽ ചോയ്സ് ആണ് അവിടെ. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷവും സിനിമയുടെ സമയം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എത്രയോ 10,000-കണക്കിന് ആളുകളോട് നിങ്ങൾ ചോദിക്കും, അവർ പറയും ഞങ്ങൾ പ്രതാപൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ സുരേഷ് ഗോപി വന്നാൽ ഞങ്ങൾക്ക് ഇത് അവിടുത്തെ ഒരു സത്യമാണ്. ഇതിലൊന്നും ആ നാച്ചുറൽ ചോയ്സ് തന്നെ ആയിരിക്കും എൻഡിഎയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. ആ പ്രധാനമന്ത്രിയും അങ്ങനെ ചെയ്യാറില്ലല്ലോ. അതിനൊക്കെ ഒരു പ്രോസസ്സ് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിക്ക് അതിനുള്ള എല്ലാ അർഹതയുമുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തെ മിസ് ചെയ്തു കഴിഞ്ഞ തവണ. തൃശ്ശൂർ ഇത്തവണ എടുക്കും, അത് 100%. കേരളത്തിൽ തന്നെ ഇപ്പോൾ തന്നെ പല പ്രചാരണങ്ങളുണ്ട്. പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്ത് ചിലപ്പോൾ മത്സരിച്ചേക്കും, തമിഴ്നാട്ടിൽ മത്സരിക്കുമെന്നുള്ളൊരു പ്രചാരണമുണ്ട്. അതിന് വല്ല കഥയുണ്ടോ? അല്ല, ഇതെല്ലാം പ്രചാരണങ്ങളാണ്. പക്ഷേ എൻ്റെ ചോദ്യം വൈ നോട്ട്? എന്താ മത്സരിച്ചാൽ കുഴപ്പം? പ്രധാനമന്ത്രിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാമല്ലോ. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമല്ലോ. പിന്നെന്താ വേറെ ആൾക്കാർക്ക് മത്സരിച്ചു? ഇതെല്ലാം വാർത്തകളാണ്. വാർത്തകൾ കണ്ട് ഞങ്ങൾ ആരും തന്നെ ഒരു തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്താറില്ല. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് പറയാം. ഞങ്ങൾക്ക് സംബന്ധിച്ച് ഒരു ധാരണ. പ്രധാനമന്ത്രി വന്ന് മത്സരിച്ചാലും പ്രശ്നമില്ലെന്നാണ് ശശി തരൂർ പറയുന്നത്. ശശി തരൂരിനെ തോൽപ്പിക്കാൻ എന്തിനാണ് പ്രധാനമന്ത്രി? ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചാലും ശശി തരൂർ തോക്കും ഇത്തവണ അടുത്ത തെരഞ്ഞെടുപ്പ്. അതിൽ യാതൊരു സംശയമില്ല. എനിക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഒരു വേവലാതിയുമില്ല. തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം കഴിച്ച് ബാക്കി തൃശ്ശൂർ ഇതൊക്കെ കഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങളെക്കുറിച്ചാണ് എൻ്റെ വേവലാതി മുഴുവൻ, ഞങ്ങളുടെ വേവലാതി മുഴുവൻ. അതുകൊണ്ട് തൃശ്ശൂർ തിരുവനന്തപുരം സീറ്റുകളെ സംബന്ധിച്ചുള്ള വേറെ പിന്നെ ആ ഒരു ലെവലല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കഠിനമായ പരിശ്രമത്തിൽ BJP 6 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തു. അതായത് തൃശ്ശൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, കാസർഗോഡ് അടക്കം, അങ്ങനെ 6 അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു വാർത്ത. അങ്ങനെയില്ല 20 ഉണ്ട് ഞങ്ങളെ കോൺസെൻട്രേഷനിൽ. കാരണം 2ആണല്ലോ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ. ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം വോട്ട് ഷെയർ, സീറ്റുകൾ ജയിക്കുക. അപ്പോൾ ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മണ്ഡലവും ഞങ്ങൾ പ്രത്യേക മണ്ഡലമായിട്ട് കണക്കാക്കുന്നത് 20 മണ്ഡലവും ഞങ്ങൾക്ക് 6 മണ്ഡലം പോലെ തന്നെയാണ്. താങ്കൾ മത്സരിക്കും. ഇപ്പം മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയെ പിന്നീടാണ് തീരുമാനിക്കേണ്ടതെങ്കിലും പാർട്ടി പറഞ്ഞാൽ താങ്കൾക്ക് മത്സരിക്കാം. അതെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടി ഹൈക്കമാൻഡാണ്, സെൻട്രൽ പാർട്ടിയാണ്. അത് അവർ ആലോചിച്ചിട്ട് പറയും. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പം BJP അധ്യക്ഷൻ, ദേശീയ അധ്യക്ഷൻ ശ്രീ JP നദ്ദ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു സർപ്രൈസുകൾ ഉണ്ടാകുന്നു. അതിന് ജയശങ്കർ, അതുപോലെ നിർമ്മല സീതാരാമൻ, ഈ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അല്ല, ഇങ്ങനെയുള്ള കേൾക്കുന്നതേ ഉള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കേൾക്കുന്നതേ ഉള്ളൂ, അല്ല ഞങ്ങളും കേൾക്കുന്നതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക അറിവ് ഈ പേരുകളെ സംബന്ധിച്ചൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം വലിയ വിവാദമായി. അതായത് സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രധാനമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഏജൻസികൾക്ക് അത് കണ്ടുപിടിച്ച് അവരെ പിടികൂടിക്കൂടെ? അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നതൊന്നും താങ്കൾ അറിഞ്ഞിട്ടില്ല? അല്ല, അത് കഴിഞ്ഞല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. അത് സത്യമായിരുന്നല്ലോ. അത് തന്നെയാണല്ലോ പ്രധാനമന്ത്രിയും പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെയാണ് നടന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് നമുക്കറിയാമല്ലോ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചിട്ടല്ലേ സ്വർണ്ണം പിടിച്ചെടുത്ത സ്വർണ്ണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടത്തിയത്. എല്ലാവർക്കും അറിയുന്ന കാര്യം. അല്ല, പ്രധാനമന്ത്രിയുടെ പരാമർശം വന്ന ശേഷം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അങ്ങനെയാണ് എന്തുകൊണ്ട് അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് ഇവരെയൊക്കെ കോൺഗ്രസ് പറയുന്നതിനൊന്നും ഒരു വാല്യൂമില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസിൻ്റെ പ്രസ്താവനകൾക്കൊന്നും ഒരു വിലയുമില്ല. എല്ലാ ദിവസവും വന്ന് VD സതീശൻ പത്രസമ്മേളനം നടത്തിയതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? കോൺഗ്രസ് എവിടെയും എത്താൻ പോകുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വഞ്ചനയുടെ പാർട്ടിയാണ്. കോൺഗ്രസ്സിന് യാതൊരു വികസന കാഴ്ചപ്പാടുമില്ല. കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. CPMനെ നേരിടാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള കാര്യം ഞാൻ എത്രയോ നേരത്തെ തന്നെ പറയുന്നതാണ്. ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം CPMനെ കേരളത്തിൽ ആരാണ് നേരിടാൻ പോകുന്നത്. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കക്ഷിനില എന്ന് പറഞ്ഞാൽ 20 സീറ്റുള്ളതിൽ 19-1 കഴിഞ്ഞ ഇത്തവണ കോൺഗ്രസിന് ഒന്നും കിട്ടില്ലെന്നാണ്. അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമേ അല്ല 2024. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നുള്ളതായിരുന്നു. ഇപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? എല്ലാ ചാനലും വന്ന് ചെണ്ട പൊട്ടി പറയായിരുന്നില്ലേ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നൊരു പ്രധാന? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ഇത്തവണ മത്സരം LDFും BJPയും തമ്മിലാണ്.
അപ്പോൾ രാഹുൽ ഗാന്ധി ഇനി വന്നാലും നിങ്ങൾ രാഹുൽ ഗാന്ധി വന്നിട്ട് ആര് വന്നിട്ടും കാര്യമില്ല. ഇവിടെ കോൺഗ്രസ്സിന് CPM-ന്റെ ബദലാവാൻ കഴിയില്ല ഒരു കാര്യത്തിലും. ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് കോൺഗ്രസ് എന്താ പറയുന്നത്? കോൺഗ്രസ്സിന് എന്താ ആത്മാർത്ഥതയുണ്ട്? ഇപ്പോൾ മാസപ്പടി വിവാദം വന്നു, മുഖ്യമന്ത്രിയും മകളും വാങ്ങി. ഇപ്പുറത്ത് 4 പേര് ആരോപണമാണ്. അല്ല, ആരോപണമല്ല, 4 പേര് ഇവരും വാങ്ങിയിട്ടുണ്ട്. ആരോപണമൊന്നുമല്ല. IT-യുടെ കേന്ദ്ര ഏജൻസികളുടെ കടന്ന് വട്ടമിട്ട് പറഞ്ഞല്ലോ. അന്വേഷിക്കില്ലെന്ന് ആര് പറഞ്ഞു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വിവാദമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അവസാനിച്ചെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു? അവസാനിച്ചിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇനിയും ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല, അതൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. കോൺഗ്രസ് പറയുന്ന മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും CPM-ഉം തമ്മിൽ കോൺഗ്രസിന് അല്ലെ കോൺഗ്രസ് മുക്ത ഭാരതാണല്ലോ BJP-യുടെ അജണ്ട. അങ്ങനെയാണ് കോൺഗ്രസിന്റെ സീറ്റുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഒരു അന്തർധാര ഉണ്ടെന്ന്. എന്തിനാ അന്തർധാര? എന്താ അങ്ങനെ വല്ല അന്തർധാര ഉണ്ടോ? തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ MP-യും BJP-യും തമ്മിലാണ് മത്സരം. പിന്നെ എവിടെ അന്തർധാരയുടെ ആവശ്യം? തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ MP-യും BJP-യും തമ്മിലാണ് മത്സരം. ആറ്റിങ്ങലിൽ കോൺഗ്രസ് MP-യും BJP-യും തമ്മിലാണ് മത്സരം. ഞാൻ എണ്ണി പറയാം. ഈവൻ വയനാട്, പറയട്ടെ, ഈവൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ BJP സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഫൈറ്റ് ബിറ്റ്വീൻ UDF ആൻഡ് BJP ആയിരിക്കും. അന്നേരം താങ്കൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിലായിരിക്കും മത്സരം. CPM-ന്റെ നയങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. CPM-ന്റെ നയങ്ങളോട് ഏറ്റുമുട്ടി അതിനൊരു ബദൽ നിൽക്കാൻ കഴിയുന്ന BJP-ക്ക് മാത്രമാണ്. അല്ലാതെ ഓരോ മണ്ഡലത്തിൽ എങ്ങനെയാണ്? ഇവിടെ 19 സീറ്റിലും UDF-ന്റെ MP-മാരല്ലേ. ഞാൻ പറയുന്നത് CPM-ന്റെ നയങ്ങളെ കോൺഗ്രസ്സിന് എതിർക്കാൻ കഴിയില്ല. കോൺഗ്രസ് ഇപ്പോൾ സഹകരണ ബാങ്ക് കൊള്ള ഒരു പ്രധാന വിഷയമാണ് കേരളത്തിൽ. കോൺഗ്രസ് അതിൽ നിന്ന് മുക്തമാണോ? കോൺഗ്രസിൻ്റെ എത്ര സഹകരണ ബാങ്കുകളും എത്ര KPCC ജനറൽ സെക്രട്ടറി അല്ലേ ജയിലിൽ കിടക്കുന്നത്? അപ്പോൾ ഇതിനർത്ഥം UDF-ന് ഇവർക്ക് ബദലാവാൻ കഴിയില്ല. CPM-നും കോൺഗ്രസിനും കിട്ടിയ പോലെ സഹകരണ ബാങ്കുകളിൽ ഭരണം BJP-ക്ക് അതുകൊണ്ടൊന്നല്ല. BJP ഭരണത്തിലിരിക്കുന്ന ഒന്നുമില്ല. അങ്ങ് BJP ഇവിടെ നിങ്ങൾ പറയുന്ന പരാമർശിക്കുന്ന ബാങ്കൊന്നും BJP ഭരണത്തിലുള്ളതല്ല. അല്ല. നിങ്ങൾ ഈ പറയുന്ന ഒന്നും തന്നെ അതിലെ വിഷയങ്ങളും വേറെയാണ്. അത്തരം എല്ലാ സഹകരണ ബാങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഇതുപോലെ പിന്നെ ഉന്നത നേതാക്കന്മാർ വന്ന് വ്യാജ ആധാരം പണയം വെച്ച് ഫോർജറി നടത്തി സ്വർണം പണയം വെച്ചത് എടുത്ത് മാറ്റി വേറെ വെച്ച് ഒക്കെ നടത്തിയ തട്ടിപ്പുകളല്ല. അതാണോ? ചില ബാങ്കുകളിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് കിട്ടാക്കടത്തിൻ്റെയൊക്കെ പേരിൽ. ഇതൊന്നും അതല്ല നടന്നിരിക്കുന്നത്. കോൺഗ്രസ് ഒന്നും അല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം നവകേരള സദസ്സിൻ്റെ യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന വഴികളിൽ ഇവരിങ്ങനെ വണ്ടിക്ക് മുന്നിൽ ചാടി പ്രതിഷേധിച്ചു. ആ ഒരു പ്രതിഷേധം ഈ യൂത്ത് കോൺഗ്രസ് 5 പേരാ അത് ഒരു ശരിയായ പ്രതിഷേധം അല്ലല്ല. അതിനെ നിങ്ങൾ എന്തിനാണ് ഇത്ര മഹത്വവൽക്കരിക്കുക? ഞങ്ങൾ 2000 ജനപഞ്ചായത്തുകൾ ഞങ്ങൾ നടത്തി. ഈ പരിപാടി മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ 2000 ജനപഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ആ അസംബ്ലി മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിലും ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ച് ഇതിന് ബദലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടേതായിരുന്നു സമരം. സമാധാനപൂർണ്ണമായിരുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ താങ്കൾ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഈ വണ്ടിക്ക് മുന്നിൽ ചാടി കരിങ്കൊടി കാണിക്കുന്ന രാഷ്ട്രീയം അല്ല, അത് യുവജന സംഘടനകൾ അത് ചെയ്യുമായിരിക്കും, ഞാനില്ലെന്ന് അതിനെ എതിർക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു? എൻ്റെ ചോദ്യം, കോൺഗ്രസ് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി, UDF ആസ് എ ഫ്രണ്ട് എന്താണ് ഇതിന് ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തില്ല. ഞങ്ങൾ 2000 സ്ഥലത്ത് ഇതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു, ബദൽ മാർഗം മുന്നോട്ട് വെച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ ഇവരെന്ത് ചെയ്തു? പക്ഷേ ജാഥ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് നേരെ വെള്ളം ചീറ്റി അതേ ആശുപത്രിയിലായി. ഒരുപാട് സംഭവങ്ങൾ നടന്നു. നോക്കൂ, നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെയാണ് ടെലിവിഷൻ ചാനലിൽ വരുന്ന ഒരു ലൈവിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഇപ്പോൾ 4 യുവമോർച്ചക്കാർ ആ വണ്ടിയുടെ മുമ്പ് ചാടിയപ്പോൾ അതും ലൈവ്. അതിലെന്താണ് കാര്യമുള്ളത്? ഇവർ ഈ പറയുന്നതിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? ഇവരെന്താണ് ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചത്? ഈ കേരളത്തിലെ UDF മുന്നണിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് LDF-ൻ്റെ അഴിമതിക്കെതിരെ ഒരു ബദൽ രാഷ്ട്രീയമുണ്ടോ? വികസന വിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയമുണ്ടോ? ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ കേരളയിൽ വലിയ സിൽവർ ലൈൻ വലിയ സംഭവമായിരുന്നു. ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു. എന്താ കോൺഗ്രസ് ചെയ്തത്? ഞങ്ങളെന്താണ് ചെയ്തത്? ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കിയാലും ഓൾറെഡി ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം. കേരളത്തിൽ ഇപ്പോൾ വന്ദേ ഭാരത് വന്ന് വലിയ വേഗത്തിൽ പോകുന്ന ആ വേഗം, അതായത് ഒരു തീവണ്ടിയുടെ വേഗത ജനങ്ങളെ വലിയ രീതിയിൽ ആകർഷിക്കുക. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ട്രെയിൻ വന്ദേ ഭാരതാണ്. അന്നേരം കേരളയിൽ പോലെ 15 മിനിറ്റിലുള്ള ഒരു ട്രെയിൻ വരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് അല്ല, അത് തന്നെ നടക്കാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വലിയ കേന്ദ്രം അതിൽ അവസാനം കേന്ദ്രം നടക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ഇപ്പം 1.5 ലക്ഷം കോടി രൂപയുടെ ഹൈവേ
13 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം എത്താവുന്നത് ഇപ്പോൾ 7 മണിക്കൂർ കൊണ്ട് എത്തും. ഇന്നലെ നിതിൻ ഗഡ്കരിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടു. പിന്നെ വന്ദേ ഭാരതിന് ആലപ്പുഴ റൂട്ടിലും അതുപോലെ എറണാകുളത്ത് നിന്ന് അങ്ങോട്ടുമുള്ള പാലങ്ങളുടെ ബലപ്പെടുത്തലും കുറച്ച് പാളം നന്നാക്കലും കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 മണിക്കൂർ കൊണ്ട് എത്തും. അല്ല, കേരളത്തിൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിൻ നമുക്ക് വേണമല്ലോ, ഇനിയും വരും. BJP ശ്രമിക്കുന്നു. പിന്നെ BJP ശ്രമിക്കുകയാണല്ലോ, ശ്രമിച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ വന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും വന്ന് പ്രസ്താവന നടത്തുന്നു. എന്ത് കാര്യം? ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശനെ താങ്കൾ എങ്ങനെയാണ്? ഒന്നിനും അയാൾക്ക് ഒരു ഗുണമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഒരു ബദൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം രമേശ് ചെന്നിത്തല ഫാർ ബെറ്റർ ആയിരുന്നു. ആ ഒരു സംശയം വേണ്ട. ഇയാൾ വെറും അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നോ? ഇയാൾ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ സൂത്രധാരനാണ് ഇയാൾ. ഈ VD സതീശനെ പ്രതിപക്ഷ നേതാവ് ആക്കിയത് തന്നെ പിണറായി വിജയൻ്റെ ഇടപെടലാണ്. എന്താ സംശയം? അവർ തമ്മിൽ അതിപ്പോൾ കോൺഗ്രസ് അണികളുടെ ഇടയിൽ പിന്നെ പിടിച്ചു വെക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് എന്തൊരു അന്തർധാരയാണെന്ന് അവർ തമ്മിൽ. പിന്നെ പിറവം അദ്ദേഹത്തിൻ്റെ മുനിസിപ്പാലിറ്റി ആദ്യം തന്നെ എത്ര ലക്ഷം രൂപ ആദ്യം കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് പിന്നെ നാണം കെട്ടപ്പോഴാണ് മാറ്റിയത്. പിന്നെ അതുമാത്രമാണോ? ഇയാൾക്കതിലൊരു കേസുണ്ട്, പുനർജനി തട്ടിപ്പ് കേസ്. അത് ഈ ലൈഫ് മിഷൻ കേസ് പോലെ വടക്കാഞ്ചേരി കേസ് പോലെ തന്നെ വലിയൊരു കേസാണ്. അവിടുന്ന് ഇവിടെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാശ് കൊണ്ടുവന്ന കേസാണ്. ഒരു അന്വേഷണം പോലും ഈ സർക്കാർ നടത്തിയില്ല. ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പിണറായി വിജയനും VD സതീശനും തമ്മിൽ. ഇപ്പോൾ ക്രൈസ്തവ പ്രീണനം BJP വളരെയധികം വലിയ രീതിയിൽ ക്രൈസ്തവ പ്രീണനം നടത്തുന്നതായിട്ട് ആക്ഷേപമുണ്ട്. അതായത് പള്ളി അരമനകളിൽ പോകുന്നു, ബിഷപ്പുമാരെ സന്ദർശിക്കുന്നു, പ്രധാനമന്ത്രി തന്നെ ക്രിസ്മസിന് അവിടെ പോയി എല്ലാവർക്കെല്ലാം വിരുന്ന് കൊടുത്തു. അത് വലിയ വിവാദമായിട്ടുണ്ട്. അതേസമയം ഇങ്ങനെ പ്രീണിപ്പിക്കുമ്പോൾ മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം നേരിട്ട പീഡനം അല്ലെങ്കിൽ അത്രയോ പേരെ കൊല്ലപ്പെട്ടു, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് കേരളത്തിൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. ഒന്നുമില്ല, ഇത് പ്രീണനമേ അല്ല, സ്നേഹയാത്രയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ മണിപ്പൂരിലെ കോൺഗ്രസ് മണിപ്പൂർ വിഷയം പ്രചാരണ വിഷയമാക്കിയായിരുന്നു മിസോറാം തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്. ഓർമ്മയുണ്ടല്ലോ അങ്ങേക്ക്? മിസോറാം തെരഞ്ഞെടുപ്പിനെ ഒറ്റ അജണ്ടയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. മിസോറാമിൽ കോൺഗ്രസിൻ്റെ വോട്ട് എന്തായി, സീറ്റ് എന്തായി? ഞങ്ങൾ BJP അവിടെ ഹിന്ദുക്കളില്ലാതിരുന്നിട്ടും ഒരു സീറ്റ് ഉണ്ടായിരുന്ന 2 സീറ്റായി, വോട്ടിംഗ് ഷെയർ 3 ഇരട്ടിയായി. അപ്പോൾ ഈ മണിപ്പൂരൊക്കെ ഇവിടെ ചർച്ച ചെയ്യാന്നല്ലാതെ പ്രഭവ കേന്ദ്രത്തിലൊന്നും ആരും അതിനെക്കുറിച്ച്. പക്ഷേ കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ രീതിയിൽ ഒന്നുമില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്താ അറിയാം ഒരു കാര്യം? കഴിഞ്ഞ 2 തവണയും കബളിപ്പിക്കപ്പെട്ടു എന്നറിയാം. മണിപ്പൂരിൻ്റെ കാര്യത്തിൽ മലയാളികളായിട്ടുള്ള പള്ളിയിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് ഇന്ത്യ മുഴുവനുള്ളത്. ആ മണിപ്പൂരിലുള്ളവർക്കറിയാം, നോർത്ത് ഈസ്റ്റ് മുഴുവനുള്ളവർക്കറിയാം എന്ത് വികസനമാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെയുള്ള എല്ലാ കന്യാസ്ത്രീകൾക്കും അറിയാം, പള്ളിയിലച്ചന്മാർക്കും അറിയാം, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ നടന്നത് ഒരു ഗോത്രവർഗ കലാപമാണ്. അതിലൊരു മതവുമില്ല, BJPക്ക് അതിലൊരു റോളുമില്ല, അതൊരു വർഗീയതയല്ല. ക്രൈസ്തവ ദേവാലയങ്ങളും തകർന്നിട്ടുണ്ട്, തിരിച്ചുള്ളും തകർന്നിട്ടുണ്ട്. അത് 2 ഗോത്രങ്ങൾ തമ്മിൽ 700-800 കൊല്ലം പഴക്കമുള്ള ഒരു വലിയ സംഘർഷമാണ്. അത് എന്നെപ്പറ്റിയൊന്നും ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യം. ഈ സ്നേഹയാത്ര ക്രൈസ്തവ സഹോദരന്മാരുടെ വീട്ടിലേക്ക് മാത്രം മതിയോ? ഇസ്ലാമിക് അല്ലെ മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിലേക്ക് സാഹചര്യം വരുമ്പോൾ അത് അവരെ പൂർണ്ണമായിട്ട് അകറ്റി? അല്ലല്ല, ഇന്നലെ മോദിജിയുടെ പരിപാടിക്ക് എത്ര മുസ്ലിം സ്ത്രീകൾ വന്നിട്ടുണ്ട്? അല്ല, പൊതുവെ പക്ഷേ കഴിഞ്ഞ വർഷവും അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല. അതിനായത് അതിനർത്ഥം ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്നല്ല അതിനർത്ഥം. അതിനെ പറ്റിയൊരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരണം. വെറുതെ അല്ലല്ലോ, നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, അല്ലാതെ ഉട്ടോപ്യൻ രാഷ്ട്രീയം നമ്മൾ പ്രയോഗിക്കുന്നില്ലല്ലോ. അതിന് പറ്റിയൊരു സാഹചര്യം വരും. കുറച്ചുകൂടി കഴിയുമ്പോൾ 2024 മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ലൈനിലേക്ക് കൂടിയുള്ള സാഹചര്യം വരും. ഇപ്പോൾ അയോധ്യയിൽ നിങ്ങൾ നോക്ക്, അയോധ്യയിൽ കേസ് കൊടുത്ത ആൾ അവിടെ ചടങ്ങിന് വരുമെന്നാണ് പറയുന്നത്. അയോധ്യയിൽ കോടതിയിൽ പോയ ആളുടെ മകനാണ് കഴിഞ്ഞ ദിവസം മോദിജിക്കുള്ള റോഡ് ഷോയിൽ പുഷ്പങ്ങൾ കൊണ്ട് മോദിജിയെ മൂടിയത്. ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അകറ്റി നിർത്തുക എന്നുള്ളൊരു അജണ്ട ഞങ്ങൾക്കില്ല. അവരോടും പൂർണ്ണ സഹകരണം തന്നെ ഉറപ്പായിട്ടും. ഇപ്പോൾ താങ്കൾ ഈ മാസം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 27-ാം തീയതി തൊട്ടാണെന്ന് തോന്നുന്നു താങ്കൾ ഒരു പദയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. എന്താണ് ആ പദയാത്രയുടെ മുദ്രാവാക്യം? അത് എങ്ങനെയൊക്കെ ആയിരിക്കും? മോദിയുടെ ഉറപ്പ് പുതിയ കേരളത്തിന് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന വികസിത കേരളത്തിന്, പുതിയ കേരളത്തിന് മോദിയുടെ ഗ്യാരണ്ടി. അതാണ് മോദിയുടെ ഉറപ്പ് പുതിയ കേരളത്തിന്. മോദിയുടെ ഉറപ്പിൽ മാത്രമേ ഇനി കേരളം രക്ഷപ്പെടുള്ളൂ. അതാണ് മുദ്രാവാക്യം, അതാണ് സത്യം, അതാണ് മുദ്രാവാക്യമായി വരുന്നത്. ആ സത്യമാണ്. അത് ഏത് രീതിയിലായിരിക്കും പദയാത്രയുടെ രീതി? പദയാത്ര ഒരു 5 സ്ട്രെച്ചായിട്ടാണ്. അത് കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. പക്ഷേ തുടർച്ചയായ ഓരോ മണ്ഡലങ്ങളും കടന്നിട്ടല്ല, ഓരോ ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ചാണ് പദയാത്ര.
5-6 ദിവസങ്ങൾ ഒരു ക്ലസ്റ്ററിൽ പദയാത്ര നടത്തും. അത് കഴിഞ്ഞിട്ട് ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഓരോ നിയമസഭാ അല്ല, ഓരോ ലോക്സഭാ 4-5 ലോക്സഭാ മണ്ഡലങ്ങൾ ചേർന്ന ഒരു ക്ലസ്റ്ററാണ്. ആ ക്ലസ്റ്ററിൽ പദയാത്ര നടത്തി അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെയാണ് പോകാനാണ് നടന്നു വരികയാണ്. അതെ അതെ. അന്നേരം അതിൻ്റെ അകത്ത് എത്ര പാർട്ടി അണികളുടെ എല്ലാ ബൂത്തിൽ നിന്നും വലിയ സംഖ്യയിൽ ആൾക്കാർ വരും. ഞങ്ങൾ ഇതുവരെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും നടത്തിയിട്ടില്ലാത്ത അത്രയും വലിയൊരു പദയാത്രയാണ് പ്ലാൻ ചെയ്യുന്നത്. അന്നേരം വലിയ ജനപങ്കാളിത്തമാണ്. പാർട്ടിക്കാരും പാർട്ടി അല്ലാത്തവരും പാർട്ടിയിലെ ആൾക്കാരെ ചേർക്കലും അതുപോലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ ആയിട്ടുള്ള ധാരാളം ഒരു വളരെ വളരെ നൂതനമായ ഒരു ആശയമായിരിക്കും. പൗരപ്രമുഖന്മാരുമായി ചർച്ച നടത്തുന്ന പ്രഭാത യോഗങ്ങളുണ്ടാവും. അങ്ങനെ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ പാർട്ടിയിലേക്ക് പുതിയ ആൾക്കാരെ ചേർക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിലും 2024 മൂന്നാം മോദി സർക്കാർ വരുമ്പോൾ യാഥാർത്ഥ്യമാവേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടും. അല്ലാതെ മുഖ്യമന്ത്രി ചെയ്ത പോലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചോ എന്നുള്ള കച്ചവടക്കാരുടെ യോഗങ്ങളൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഈ വിവിധ മണ്ഡലങ്ങളിൽ ഇങ്ങനെ ഈ നവകേരള സദസ്സിനിടയിൽ വിവിധ ബൂത്തുകളിലെല്ലാം വലിയ രീതിയിൽ BJP പ്രചരണം നടത്തിയെന്ന് പറഞ്ഞു. പക്ഷേ പൊതുവേ നോക്കുമ്പോൾ CPM നയിക്കുന്ന ഈ ഗവൺമെൻറ്റിനോടുള്ള ഒരു എതിർപ്പ് BJP അതിലിച്ചിരി തീവ്രത കുറച്ചോ? ഇല്ല, അത് നമ്മളെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇവിടെ ഒരു പണിയും എടുക്കാതെ ചില ആളുകൾ സമയമാകുമ്പോൾ വന്ന് പിന്നെ കാര്യങ്ങൾ നേടിപ്പോകുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. കോൺഗ്രസ് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കുന്നില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ അവർ തന്ത്രപരമായിട്ട് നീങ്ങുകയാണ്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങളോട് എന്താണ് നിർവഹിക്കാനുള്ളത്, വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ എങ്ങനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ടയുണ്ട്. കോൺഗ്രസിൻ്റെ അജണ്ട ചർച്ച ചെയ്യാനല്ലല്ലോ ഞാൻ ഇരിക്കുന്നത്. കോൺഗ്രസ് പിന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന അജണ്ടയുടെ പിന്നാലെ പോകുന്നവരല്ല ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി അത് വിജയിച്ച് ടെസ്റ്റഡ് ആൻഡ് ട്രസ്റ്റഡ് ലീഡർഷിപ്പാണ്. പരീക്ഷിച്ച് വിജയിച്ച നേതൃത്വമാണ്. അതിനെ ഇവിടെ പിന്നെ ജനങ്ങളിൽ എത്തിക്കേണ്ടതാണ് ഞങ്ങളുടെ ജോലി. അല്ലാതെ കോൺഗ്രസിനെ പോലെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമില്ലാത്ത പാർട്ടിയല്ല ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ വികസിത് ഭാരത സങ്കല്പ യാത്ര എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പദ്ധതികളാണ് മോദിജിയുടെ സാച്ചുറേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓരോ പദ്ധതിയും ഏറ്റവും കൂടുതൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്താനാണ്. കോൺഗ്രസ് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ വികസന പദ്ധതികളെല്ലാം ജനങ്ങളിൽ എത്തണം. എല്ലാവർക്കും ഗ്യാസ് സിലിണ്ടർ കിട്ടാൻ ഇനി എത്ര പേർക്ക് ബാക്കിയുണ്ട്, അത് കിട്ടണം. മരുന്നിൻ്റെ സൗകര്യങ്ങൾ കിട്ടാൻ ഇനി എത്ര പേർക്ക് ബാക്കിയുണ്ട്, ഇൻഷുറൻസ് ഇനി എത്ര പേർക്ക് കിട്ടണം. ഓരോരോ ആനുകൂല്യങ്ങളും 10-23 പ്രോജക്റ്റുകൾ ജനപ്രിയ പദ്ധതികൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ, അതൊക്കെ ജനങ്ങളിൽ എത്തിക്കണ്ടേ? ഞങ്ങളുടെ ചെയ്യുന്ന ജോലി ഞങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് ഞങ്ങൾ പോവാണ്. ഞങ്ങളെ കോൺഗ്രസിൻ്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഈ ദേശീയപാതകളുടെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ശ്രീ നിതിൻ ഗഡ്കരി പറയുന്ന പ്രസംഗത്തിനിടയിൽ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയൊക്കെ അഭിനന്ദിക്കുകയുണ്ടായി. ആ നിലയിൽ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഇവിടെ ഭരിക്കുന്നവരോടൊപ്പം യോജിച്ച് നിൽക്കുന്നതിന് പകരം ഇവിടെ കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും തട്ടിക്കളയുന്നു എന്നൊരു ആക്ഷേപം. അല്ല, കള്ളപ്രചരണമാണെന്ന്. 1.5 ലക്ഷം പറയട്ടെ 1.5 ലക്ഷം കോടി രൂപയുടെ ദേശീയപാതയുടെ വികസന പദ്ധതികളാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണോ? ഏത് കാര്യത്തിലാണ് അവഗണന? ഇവർക്ക് ഒരു രക്ഷയുമില്ല ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധി പരിഹരിക്കാൻ. ഇവരുടെ എല്ലാ അടവുകളും പരാജയപ്പെട്ടു. എല്ലാ തട്ടിപ്പും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവിടെ നികുതി വരുമാനമില്ല. CNDG തന്നെ പറഞ്ഞു 25,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. ഇവർ അടയിരിക്കുകയാണ്, കാരണം മാസപ്പടിയാണല്ലോ. അതുകൊണ്ട് അവരുടെ വീഴ്ച മറച്ചു വെക്കാനാണ് കേന്ദ്രം ഒരു തരത്തിലും കേരളത്തിന് അർഹതപ്പെട്ട അല്ലെങ്കിൽ വായ്പാ പരിധിയുടെ കാര്യത്തിലടക്കം ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. ധനകാര്യമന്ത്രി പറയുന്നു കേസ് നടക്കുകയാണ്. ഇപ്പം തോമസ് ഐസക്കിനെ ED ചോദ്യം ചെയ്യാൻ പോവാണ്, അറിഞ്ഞില്ലേ? ആദ്യത്തെ ഒന്നുമില്ല, അത് കോടതി പറഞ്ഞുകൊണ്ട് അത് ഹാജരായില്ലല്ലേ. എന്തുകൊണ്ടാണ്? വായ്പ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത്രയും കടക്കണിയിൽ കൂപ്പുകുത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് വായ്പ എടുത്താൽ എന്ത് ചെയ്യണം? ഉൽപ്പാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക്, തിരിച്ചടക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്ക്, ദൂർത്തടിക്കാൻ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കാനടക്കം, കാറ് കറുത്തത് വാങ്ങാനടക്കം, കാരവൻ ഉപയോഗിക്കാനടക്കം, ഹെലികോപ്റ്റർ വെറുതെ വാടകയ്ക്കെടുത്ത് കണ്ടെടുക്കാൻ പറ്റില്ല സാർ. ഇത് നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനമുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, നീതി ആയോഗ് ഉണ്ട്, ഫിനാൻസ് കമ്മീഷനുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് കേരളത്തിന്റെ നല്ല ശ്ലാഘനീയമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പറഞ്ഞു. കേട്ടസി വേർഡ്സ് നമ്മളെല്ലാം പ്രധാനമന്ത്രി ഞാൻ അതിനെപ്പറ്റി പറയാം. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോഴും ധനകാര്യമന്ത്രി പ്രസംഗിക്കുമ്പോഴും
ഒക്കെ പിണറായി വിജയൻ്റെ ശൈലിയല്ല അവർക്കൊന്നും. അവരൊരു മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. അത് രാഷ്ട്രീയം പറയുമ്പോഴേ അവർ തിരിച്ചു പറയാറുള്ളൂ. കൃത്യമായ മറുപടി ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ നിർമ്മലാ സീതാരാമൻ. ഈ 57,000 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള കള്ളക്കണക്കിന് വ്യക്തമായ മറുപടി അവർ പറഞ്ഞല്ലോ. അവസാനം പറഞ്ഞു ഞങ്ങൾക്ക് 5,600 ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ വായ്പ പ്രതീക്ഷിച്ചാണ്. വായ്പ ചുമ്മാ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓരോ സംസ്ഥാനത്തിനും വായ്പ എടുക്കുന്നതിന് നിയതമായ മാനദണ്ഡങ്ങളുണ്ട്. അത് ഫിനാൻസ് എക്കണോമിക്സ് അറിയുന്നവരോട് ആരോട് ചോദിച്ചാലും മനസ്സിലാവുമല്ലോ. അതിനെ മറച്ചു പിടിക്കാനാണ് ഈ കള്ളപ്രചരണം നടത്തുന്നത്. അതിവിടെ വിജയിക്കില്ല. അതിലൊരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് പ്രധാനമായിട്ടുള്ള ആക്ഷേപം. രാഷ്ട്രീയം ഇവരാണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഈ നീതി ആയോഗിൻ്റെ പല മാനദണ്ഡങ്ങളിലും കേരളം 1ാം സ്ഥാനത്ത് വരുന്നുണ്ട്. അതും വെറുതെ ഭംഗിവാക്കാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കേരളം പഴയ ആരോഗ്യ ലൈഫ് സ്പാൻ ഇതിലൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ, രാജവംശങ്ങളുടെ കാലത്തുണ്ടായിരുന്ന നേട്ടങ്ങളുണ്ട്. ഇവിടെ ആശുപത്രികൾ തുടങ്ങിയത് ഗവൺമെൻറ് ഒന്നുമല്ല, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഗവൺമെൻറ് ഒന്നുമല്ല. അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും മലയാളികളാണല്ലോ. കേരളം ജനായത്ത ഭരണകൂടങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പല പാശ്ചാത്യ രാജ്യങ്ങളോടും കടപിടിക്കുന്ന സോഷ്യൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രോഗങ്ങളെല്ലാം തിരിച്ചു വരുന്നു. നിർമ്മാർജ്ജനം ചെയ്ത രോഗങ്ങൾ തിരിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ കോവിഡ് പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളുടെ പേരിൽ രോഗം വരുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കോളിഫാം ബാക്ടീരിയ വെള്ളം കുടിക്കേണ്ടി വരുന്ന സംസ്ഥാനമാണ്. ഏറ്റവും വലിയ ഭീഷണമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടേണ്ടി വരുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ദരിദ്രന്മാരുണ്ടാവുന്ന സംസ്ഥാനമാണ്. ആര് പറഞ്ഞു? ഗവൺമെൻറ് ഇപ്പോഴും, കേരളത്തിലെ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം 12% ആളുകൾ ദാരിദ്ര്യക്ക് മുകളിലായി. ആ ഒരു കുതിപ്പ് ചുമ്മാ അദ്ദേഹം പറയുന്നതാണ്. ആ ഒരു കുതിപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇനി ഓരോ മേഖലയിലും ആരോഗ്യരംഗത്ത് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കുറിച്ച് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 4 ജില്ലകളിൽ പഴയ മരുന്ന് കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ്. അവരുടെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലടക്കം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് മനുഷ്യനെ കൊണ്ട് കുടിപ്പിച്ച് കൊല്ലിക്കുന്ന ആദ്യത്തെ എവിടെയാണുള്ളത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ആരോഗ്യ മേഖലയിൽ വരുന്ന ഫണ്ട് മുഴുവൻ സെൻട്രലിൻ്റെയാണ്. ഇവരുടെ കാശൊന്നുമില്ല. ഈ ആശുപത്രി അല്ല ഇവർക്ക് എന്താ ചെലവെന്ന്? ഇവർക്ക് ഒരു ചെലവുമില്ല. ഉള്ള ദൂർത്തടിക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ആരോഗ്യരംഗം തകർന്നില്ലേ? ഇത്രയും നല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖല വൻ പുറകോട്ടടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞ കാര്യം. തമിഴ്നാട്ടുകാരെ കുറിച്ച് പറയാറുണ്ട്, അവരുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ ഒരുമിച്ചിരിക്കുമെന്ന്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു കൾച്ചർ ഇനിയും വന്നിട്ടില്ല. തമിഴ്നാട് പറയുന്നില്ലല്ലോ ഞങ്ങളെ അർഹമായ കിട്ടിയിട്ടില്ലെന്ന്. അല്ല, പൊതുവെ അല്ലേ ശക്തമായ വിയോജിപ്പുണ്ട് മോദിയുമായിട്ട്. അത് ആശയപരമാണ്. പക്ഷെ ഞങ്ങളുടെ ഷെയർ കിട്ടിയില്ലെന്ന് പറഞ്ഞു. അവിടുത്തെ ഘടകം സംസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നു. ഇല്ലല്ല, ഞങ്ങൾ എന്താ സംശയം? ഞങ്ങൾ ഏത് കാര്യത്തിന്? ഞങ്ങൾ ഈ കള്ളപ്രചരണത്തെ മാത്രമേ ചോദ്യം ചെയ്യുള്ളൂ. ഇദ്ദേഹം പോയിട്ടല്ലല്ലോ 2 വന്ദേ ഭാരത് കിട്ടിയത്, ആണോ? ഇദ്ദേഹം ഇനിയും കിട്ടുമല്ലോ, കിട്ടും പുതിയ വന്ദേ ഭാരത്. പിന്നെന്താ സംശയമുള്ളത്? കേരളത്തിന് ഞങ്ങൾ കൂടുതൽ ചോദിച്ചു വാങ്ങും. അതിനെ പറ്റിയ സംവിധാനങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഇദ്ദേഹം പറഞ്ഞിട്ടൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. BJPയുടെ ഒരു ഇന്നർ പാർട്ടി യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ പറഞ്ഞു, കേരളത്തിലെ നേതാക്കൾ തമ്മിലുള്ള ഉൾപ്പോര് കാരണമാണ് പാർട്ടിക്ക് അർഹിക്കുന്ന വളർച്ച കിട്ടാത്തത്. എവിടെ ഉൾപ്പോര്? ഒന്ന് കാണിച്ചു തരും. BJPയിലെ ഉൾപ്പോര് ഇതൊക്കെ വെറുതെയാണ്. എവിടെയാണ് ഈ ദേശീയ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്? പത്രത്തിൽ വായിച്ച തട്ടിവിടുന്നതാണ് ആൾക്കാർ. ഇങ്ങനെ ഒരു സംഭവം ഇല്ല. താങ്കളും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഭിന്നതയൊക്കെ മാറിയോ? ശോഭയോട് ചോദിക്കൂ, എന്ത് ഭിന്നതയാണ് ഉണ്ടായിരുന്നത്? അതിപ്പോൾ രണ്ടുപേരും അവർ വേദി പങ്കിട്ട്, അതുകൊണ്ട് അല്ല, വേദി പങ്കിടുന്നത് മാത്രമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ശോഭ എന്താണ്? ശോഭയും ഞാനും തമ്മിൽ എന്താണ് അഭിപ്രായ വ്യത്യാസം? അല്ല, എന്താണെന്നാ നിങ്ങൾ പറയുന്നത്? പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ തന്നെ പല കാര്യങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, ആളുകളിപ്പോൾ ഞാൻ പ്രതികരിക്കുന്ന പോലെ തന്നെ എല്ലാവരും പ്രതികരിക്കണമെന്നില്ലല്ലോ. അതൊന്നുമല്ല വിഷയം. പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പാർട്ടിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. കൂടുതൽ യോജിപ്പോടെ. കേരളത്തിൽ കോൺഗ്രസിൽ എന്താ നടക്കുന്നത്? സുധീരൻ ഒന്ന് പറയുന്നു, മറ്റേ അങ്ങനെ പറയുന്നു, സുധാകരൻ അതിനെതിരെ പറയുന്നു, മുരളീധരൻ എന്നും പത്രസമ്മേളനം. ഇതൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ പണ്ട് എപ്പോഴോ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കാലം കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴുകിപ്പോയി. BJP ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. ഒറ്റക്കെട്ടായി. തൃശ്ശൂരിൽ ഈ TN പ്രതാപനുമായിട്ട് എന്താ വിഷയം? TN പ്രതാപൻ്റെ ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. TN പ്രതാപൻ ഒരു കുപ്രസിദ്ധനായ ഒരാൾ. അവിടെ ഒരു സംഭവം ഓർമ്മയില്ല, അന്നത്തെ ഒരു എന്തായുള്ള കൊലപാതകം നടന്നു. ആ കൊലപാതകത്തിലെ പ്രതികൾ PFIക്കാർ TN പ്രതാപൻ്റെ ആളാണ്. PFI നിരോധിച്ചതിന് ശേഷം ആ ഗുണ്ടകളെല്ലാം പ്രതാപൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ചാവക്കാട്, ഗുരുവായൂർ, മണലൂർ എവിടെയൊക്കെ പോയി അന്വേഷിച്ചറിയാം. ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ടാണ് പറയുന്നത്, ചുമ്മാ വെടിയടിക്കുന്നതല്ല. എന്ത് പരാതി? PFI കൂടെ നിർത്തിയിട്ടാണ് അയാൾ ഇതെല്ലാം കളിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ ഗുണ്ടകളും
പ്രതാപൻ്റെ ഗുണ്ടകളാണ്. അത് ഉദ്ദേശം വേറെയാണ്, അതൊരു പോളറൈസേഷനുള്ള ശ്രമമാണ്. ആ ഒരു കടൽ തീരത്ത് കുറച്ച് ധ്രുവീകരണം ഉണ്ട്, അറിയാമല്ലോ. അതിന് ആക്കം കൂട്ടാൻ എല്ലാ മതമൗലികവാദ ശക്തികളെയും പ്രതാപൻ കൂട്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ആ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതെല്ലാം അങ്ങനത്തെ ആൾക്കാരാണ്. ഞാൻ അതാണ് പറഞ്ഞത്, TN പ്രതാപൻ്റെ ബന്ധങ്ങൾ ഇപ്പോൾ തേജസ്സിന് വരിക്കാരനായി എന്നല്ല, തേജസ്സിൻ്റെ വരിക്കാരനാക്കിയത് ഈ PFIയുടെ ജില്ലാ പ്രസിഡന്റിനാണ്. ഒരു പത്ര എഡിറ്റർ വന്നിട്ട് വരിക്കാരനാക്കിയതല്ല. PFIയുമായിട്ട് നാഭീനാള ബന്ധമാണ് പ്രതാപനുള്ളത്. അതിൽ ഉറപ്പല്ല. ഞാനത് എത്ര സ്ഥലത്ത് വേണമെങ്കിൽ പറയാം, ഞാൻ എന്ത് തെളിവ് വേണമെങ്കിൽ ഹാജരാക്കാം. അയാളെ കൂടെയുള്ള ഗുണ്ടകളുടെ എല്ലാം ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഇപ്പോൾ BJP ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ പല ഗ്രഹസമ്പർക്കം അല്ലെങ്കിൽ വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ തന്നെ ക്രിസ്മസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വീടുകളിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു. ഈ വീടുകളിൽ ഇപ്പം അത് സ്നേഹയാത്ര അത് മാറിപ്പോട്ടെ, ഈ അല്ലാതെയുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ എന്താണ് പറയുന്നത് അവിടുത്തെ ആൾക്കാരോട്? എല്ലാവരും ഈ സർക്കാരിനോട്, അതായത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനോട് ടോട്ടലി ഡെസ്പറേറ്റ് ആണ്. അതേസമയത്ത് മോദിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം. അത് വോട്ടായി മാറുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ? ഉറപ്പായിട്ടും മാറും. 2024 അതൊക്കെ വോട്ടായിട്ട് മാറും. ഇനി മോദി അല്ലാതെ ആര് വരാൻ? അല്ല, ഇപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് പറഞ്ഞു, മറ്റേ മാസപ്പടി പറഞ്ഞു, പക്ഷേ ഇതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. ആര് പറഞ്ഞു ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കില്ലെന്ന്. സ്വർണ്ണക്കള്ളക്കടത്തിൽ എത്ര പേര് അറസ്റ്റിലായി, എത്ര പേര് ജയിലിൽ കിടന്നു, ഇനി എത്ര പേര് കിടക്കാനിരിക്കുന്നു? ഇപ്പോൾ EDയുടെ കാര്യത്തിൽ തന്നെ ഇപ്പം ഇന്നലെ ബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടുണ്ട്. EDയുടെ ചിലർ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞുള്ള പരാതികൾ വരുന്നു. EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടോ? അതിൻ്റെ ആവശ്യം അങ്ങനെയാണെങ്കിൽ ED പിന്നെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പിണറായി വിജയനെ അങ്ങ് പിടിച്ചിട്ടാൽ പോരെ. അപ്പോൾ ഇതൊന്നുമല്ല, വസ്തുതകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. അത് പോകേണ്ട സ്ഥലത്ത് പോകും. പോകുന്നവൻ ആരായാലും വെള്ളം കുടിക്കും. അല്ല, പക്ഷേ അത്രയും ഒരു പണ്ട് പറഞ്ഞ ഒരു ആവേശം എന്തിനാണ് ആവേശം കാണിക്കുന്നത്? കേസ് അന്വേഷിപ്പിക്കാനാണ് ആവേശം ഞങ്ങൾ കാണിച്ചത്. അന്വേഷിച്ചാൽ ശരിയായ നിലയിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കൊണ്ടുവരും, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. 2024 അതായത് ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അധ്യക്ഷൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? കേരളത്തിൽ 20 സീറ്റുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി തെരഞ്ഞെടുപ്പിൽ മാറാൻ പോകുന്നത് BJP ആയിരിക്കും. അക്കൗണ്ട് തുറക്കും, നല്ല നിലയിൽ സീറ്റുകൾ ലഭിക്കും. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമായിട്ട് എല്ലാ ആശംസകളും. താങ്ക് യു.